ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും, എൻ്റെ വചനം മഞ്ഞ് പോലെയും ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും എന്ന് കാണപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, അവിടെ ദൈവത്തിൻ്റെ വചനം ഉപദേശം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മഞ്ഞ് പോലെ ഇരിക്കുമെന്നാണ് കാണപ്പെടുന്നത്. നമുക്കറിയാം, വെയിൽ സമയത്ത് ഒന്നുമില്ലാതെ നമ്മുടെ നിലങ്ങൾ ഉണങ്ങി വരണ്ട് കിടക്കും. കുറച്ച് മഴ പെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് നാം പോലും വിചാരിക്കാത്ത രീതിയിലുള്ള പുതിയ പുതിയ ചെടികൾ മുളച്ചു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം ഇറങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി പകരപ്പെടുമ്പോൾ പുതിയ പുതിയ കൃപകളും പുതിയ പുതിയ ദാനങ്ങളും നമുക്ക് ഉണ്ടാകുന്നത് സാധിക്കാൻ. വരണ്ടുപോയ നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹ തടസ്സങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ കാണും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇറങ്ങുമ്പോൾ, അത് ഈ മഴക്കാലത്ത് ആ പൊടിച്ചു വരുന്ന ചെടി പോലെ നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ അനുഗ്രഹങ്ങൾ മുളച്ചു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആയതുകൊണ്ട് അങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് വിശ്വാസത്തോടെ ദൈവം തരുമെന്ന് കാത്തിരിക്കുന്നതല്ല. നാം ദൈവവചനം വായിക്കുകയും ദൈവവചനത്തോട് നാം നമ്മെ തന്നെ അലിഞ്ഞു ചേരണം. ഇപ്പം ഭൂമി കൊടുക്കുന്ന മഴയെ തന്നിൽ തന്നെ വാങ്ങി അത് പുറപ്പെടുവിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നാം നമ്മിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നാം അതിനെ പിടിച്ചെടുത്തിട്ട് നാം എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുതിയ ഉറവകളും പുതിയ കൃപകളും നമുക്ക് ഇറങ്ങി വരുന്നത് കാണുവാൻ സാധിക്കും. പ്രിയ ദൈവപൈതല, ഇന്ന് നാം ദൈവവചനത്തിൽ തന്നെ നിലനിന്ന് ജീവിപ്പാനും കർത്താവിനെ നാം നമ്മുടെ രക്ഷകനായിട്ട് ഏറ്റുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ കൃപയ്ക്ക് വേണ്ടി യാചിപ്പാനും ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.